എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഈ നിലയിലാക്കിയതുമെല്ലാം മദറാണ്. മദർ വിലാസിനി നല്ലൊരു നോവലിസ്റ്റാണ്. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. അകത്തേക്ക് കയറാം. ആട്ടെ. മനസ്സെ ശാന്തമാകുന്ന നോവൽ വളരെ നന്നായിരുന്നു. മായയെക്കുറിച്ചെല്ലാം ദാമോദരൻ സാർ പറഞ്ഞിട്ടുണ്ട്. ദാമോദരൻ സാറ് ഇവിടുത്തെ ഓഫീസറായിരുന്നു. ഇപ്പോ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ആയി. മായയ്ക്ക് ദാമോദരൻ സാറിന് അറിയാമല്ലോ? ആ, അറിയാം. കഴിഞ്ഞ മാസം ഒരു കോൺഫറൻസിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. മായയ്ക്ക് ഈ വീട് തന്നെ കിട്ടിയത് നന്നായി. നല്ല ലൊക്കാലിറ്റിയാ, പേടിക്കാനൊന്നുമില്ല. ദാമോദരൻ സാറിന്റെ മകൻ ട്രിവാൻഡ്രത്താ. ചിലപ്പോ ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വരും. അപ്പോ വീട് മാറേണ്ടി വരും. അത് സാരല്ല, നമുക്ക് വേറെ വീട് അന്വേഷിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരട്ടെ. നല്ല സ്ത്രീ. ഞാൻ വരട്ടെ മോളെ. പുതിയ സ്ഥലമാണ്, സൂക്ഷിക്കണം. കത്രീന, ഞാൻ വരട്ടെ. ആ. ഏത് സാത്താന്റെ തന്തയാണ് എടുത്തെറിഞ്ഞത്? വേണ്ട വേണ്ട വേണ്ട, ആരാണെന്ന് ചെങ്ങി വരട്ടെ. അവന്റെ ഒരു പന്ത് കളി കുന്തം. ഇനി ഇനി വന്ന് വീടട്ടൊന്ന് കാണി. എന്റെ ബോൾ എവിടെ? എന്റെ ബോൾ എവിടെ? മോളേതാ? എന്റെ ബോൾ എവിടെ? ബോള് തരാം. മോളുടെ പേരെന്താ? എന്റെ ബോൾ എവിടെ? എനിക്ക് പോണം. തരാൻ പറ്റോ ഇല്ലയോ? പേര് പറയാതെ തരില്ല. ദേ, ഒന്ന് നിന്നേ. എന്റെ പേരെന്താന്ന് ചോദിച്ചില്ലേ? എല്ലാരും ചിന്നു മോളിന്ന് വിളിക്കും. ഡാഡി ചിന്നൂന്ന്. കൂടുതൽ ഇഷ്ടം വരുമ്പോ ചിന്നക്കുട്ടിയെന്ന് വിളിക്കും. മാഡം, ഞാൻ കുഞ്ഞാണ്ടി രണ്ടുമൂന്ന് പേര് കാണാൻ വന്നിട്ടുണ്ട്. ആരാ? എന്താ കാര്യം? യൂണിയൻകാരാ. ആ, വരാൻ പറയും. നമസ്കാരം. പുതിയ ലേബർ ഓഫീസറെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാ. ഇരിക്കൂ. ആ, കുഞ്ഞാണ്ടി, ഓ ചായ. ഓ ഇതാ, ഇതിന്റെ 2 കോപ്പി എടുക്കണം. പിന്നെ ഇൻസ്പെക്ഷൻ പോകാനുള്ള ഫയൽസ് ഒക്കെ എടുത്തു വെക്കണം.
അയ്യോ അയ്യോ ഇതെന്താണ് കുഞ്ഞാണ്ട് കുടിക്കും തോറും ലെവല് ശരിയാകുന്നില്ലല്ലോ. ചായം തീർന്നു. ഐഡിയ രുചി വ്യത്യാസം വല്ലതും തോന്നുന്നു. ആ ഏലാക്കന്മാർക്ക് ഇതൊക്കെ മതി, ഇത് മതി. അപ്പോ ഞങ്ങൾ പറഞ്ഞ കാര്യം പെട്ടെന്നൊരു തീരുമാനം. എന്തായാലും ഞാൻ ഫയലുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഓ ചായ ചായ കുടിക്കുന്നില്ലേ? പരിചയപ്പെട്ടതിൽ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടെ. ആഹാ, നീ എപ്പോ വന്നു? നാളെ വരുന്നല്ലേ പറഞ്ഞിരുന്നു? ആ വീടിന്റെ താക്കോൽ അവിടെ എങ്ങനെ വെച്ചിട്ട് പോന്നാ പോരെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എക്സ്ക്യൂസ് മീ. വിലാസിനിയമ്മേ, ഞാൻ ഫാക്ടറി ഇൻസ്പെക്ഷന് പോവാണ്. കൂട്ടത്തിൽ ലേബർ കമ്മീഷണറെ ഒന്ന് കാണണം. എന്റെ മകനാ. ഹലോ. ഹലോ, എന്റെ പേര് ഗോവൻ. ഈ രജിസ്റ്റർ ഇൻകംപ്ലീറ്റ് ആണല്ലോ. 2 ദിവസം കൊണ്ട് എല്ലാം ശരിയായിക്കോളാം. ക്ലാർക്ക് ലീവിലായിരുന്നു. അന്നൊന്ന് ശരിയാക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം. ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാനേറ്റ്. കാണേണ്ട രീതിയിലൊന്ന് കണ്ടാ മതി. ഇതാ 10 സംതിങ് വാങ്ങിക്കുന്നത് അതിന്റെ ഒരു മാന്യതയില്ലേ? കൊണ്ടുപോവാ, ഞാൻ ഇനിയും വരാം. ബൈ 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 ബൈ. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. മതി മതി, ഇരിക്കാം. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ കാറുമായി ഞാൻ വരുമായിരുന്നല്ലോ. ലീവ് രജിസ്റ്റർ എവിടെ? ഇപ്പൊ കൊണ്ടുവരാം. ഈ കമ്പനിയുടെ ഉടമസ്ഥനാരാ? കേട്ടിട്ടില്ലേ? ജയദേവൻ. ജയദേവൻ മുതലാളി. ഇത് മാത്രമല്ല, തിരുവനന്തപുരത്ത് യുണൈറ്റഡ് എഞ്ചിനീയറിംഗ് കമ്പനി, കൊച്ചിൻ ഷിപ്പിംഗ് കമ്പനി, അലൈഡ് കൺസ്ട്രക്ഷൻസ്, അങ്ങനെ പലതും. ഞാൻ ഈ കമ്പനിയുടെ കാര്യമാണ് ചോദിച്ചത്. ഐ എം സോറി. പുതിയ ഓഫീസർ ഇറങ്ങുന്നത് ആള് ചൂടാണല്ലോ. എന്ത് ചൂട് സാരമില്ലെന്ന്, അതൊക്കെ നമുക്ക് ശരിയാക്കാം. 555 ആണല്ലേ? ഭയങ്കര ഡിമാൻഡാ. ഇത് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇതില്ലെങ്കിൽ എനിക്കും വലിയ വിഷമമാണ്. എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചാൽ വേണ്ട 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 ഒരെണ്ണം. ഇത്രയും കാലമായിട്ടും രജിസ്റ്റേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയില്ലേ? എന്താണ് തെറ്റെന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ചെയ്യാം. അതെന്താ? ഇതിനു മുൻപ് ഇവിടെ ഇൻസ്പെക്ഷൻ ആരും വന്നിട്ടില്ലേ? ജയദേവൻ സാറിന്റെ കമ്പനിയിൽ അങ്ങനെ ആരും ഇൻസ്പെക്ഷന് വരാറില്ല. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. അർത്ഥം ചോദിച്ച സാധാരണ ഓഫീസുമാരൊക്കെ സാറിന് ഗസ്റ്റ് ഹൗസിൽ പോയാൽ കാണാറുള്ളത്.
ആദ്യമായിട്ട് ഒരു ഓഫീസർ ഇൻസ്പെക്ഷൻ ഇവിടെ വരുന്നത്. ആ, സാറ് നാളെ ഡൽഹിയിൽ നിന്ന് വരും. വന്നാൽ വന്ന് കാണാൻ പറയാം. എന്നെ അങ്ങനെ ആരും വന്ന് കാണേണ്ട ആവശ്യമില്ല. ഒരു ഒപ്പിടൂ. ഇല്ലാത്തൊന്നും എഴുതിയിട്ടില്ല. ഇവിടുത്തെ ക്രമക്കേടുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ദൈവമേ, കുഴയ്ക്കോ?